ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും കുറച്ച് ഹെവി ഫിലിംസ് ആണ് റിലീസ് ആകാനിരിക്കുന്നത്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, കങ്കുവ, അമരൻ എന്നിങ്ങനെ വലിയ പ്രതീക്ഷകളോടെ എത്തുന്ന ബിഗ് ബഡ്ജറ്റ് ഫിലിംസ്. അപ്പോൾ വാട്ട് അബൌട്ട് മോളിവുഡ്? നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ടോ ചില ഗ്രാൻഡ് റിലീസസ്? തീർച്ചയായും ഉണ്ട്. വളരെ എക്സൈറ്റിംഗ് ആൻഡ് ആന്റിസിപ്പേറ്റഡ് ആയ ചില പ്രോജക്ട്സ്. ആൻഡ് അതിലൊരു മേജർ സിനിമയുടെ ട്രെയിലർ ഈ അടുത്ത് പുറത്തു വന്നു. അതിനെ പറ്റിയുള്ള ചില തോട്ട്സ് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ അല്ലെ. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഓണമാണ് വരാൻ പോകുന്നത്. ആൻഡ് അതിനോടൊപ്പം നമുക്ക് സമ്മാനങ്ങളായി എത്താൻ പോകുന്ന ഓണം റിലീസസ്. ഇത്തവണ അങ്ങനെ വരുന്ന മൂവീസിൽ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയ മൂവീസിൽ ഒന്നാണ് ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം. നമ്മുടെ സ്വന്തം ടൊവിനോ. അദ്ദേഹം ഒന്നല്ല രണ്ടല്ല 3 വേഷങ്ങളിൽ എത്തുന്ന പുതുമുഖ സംവിധായകൻ ജിതിൻ ലാൽ ഒരുക്കുന്ന 3D പീരീഡ് ആക്ഷൻ അഡ്വഞ്ചർ ചിത്രമാണ് അജയന്റെ രണ്ടാം മോഷണം. വളരെ പ്രതീക്ഷകൾ നൽകുന്ന നല്ല റിച്ച് ആൻഡ് എനർജറ്റിക് ആയ ഒരു ട്രെയിലർ സിനിമയുടേതായി പുറത്തു വന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായും കാണാൻ നോക്കണേ. മോളിവുഡിലെ ഇപ്പോഴത്തെ സ്റ്റാർ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായ ലിസ്റ്റൻ സ്റ്റീഫൻ ആണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒക്കേഷണലി ചില അൾട്രാ ദുരന്തം ഫിലിംസിനെ കൂടെ തല വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള മേജർ ബോക്സ് ഓഫീസ് ഹിറ്റ്സ് കൂടെ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാജിക് ഫ്രെയിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി. അപ്പൊ ഫിലിമിന്റെ ട്രെയിലറിലേക്ക് വന്നാൽ ഒരു ഫോക്ലോർ ഫാന്റസി മോഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള സിനിമ എന്നൊരു ഫീൽ ആണ് ത്രൂ ഔട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് അതിന്റെ സെന്റർ സ്റ്റേജിൽ തന്റെ എല്ലാ എനർജിയും ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് 3 കാലഘട്ടങ്ങളിൽ വരുന്ന 3 ക്യാരക്ടേഴ്സ് ആയിട്ട് 3 വളരെ വ്യത്യസ്ത ഗെറ്റപ്പിൽ സാക്ഷാൽ ടൊവിനോ. ആൻഡ് ഗെറ്റപ്പ് ചേഞ്ചിനൊപ്പം ട്രെയിലറിൽ കാണുന്ന പോർഷൻസിൽ ഓരോ ക്യാരക്ടറിനും ഡിസ്റ്റിങ്ക്റ്റ് ആയ ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ കൂടെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. യൂഷ്വലി ഒരു മാസ് റോളിൽ എത്താൻ പറ്റുന്ന അതും ഒരു പീരീഡ് ഫാന്റസി അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ആംഗിളുള്ള ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യാൻ വേണ്ട ക്വാളിറ്റീസ് നോക്കിയാൽ അതിലെ ഒരുവിധം ബോക്സസ് എല്ലാം ടിക്ക് ചെയ്യാവുന്ന ഒരു ആക്ടർ തന്നെയാണ് അദ്ദേഹം. ആൻഡ് അതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ എക്സെപ്റ്റ് ഡയലോഗ് ഡെലിവറി എന്നുകൂടെ ഇത്ര നാൾ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സ്ക്രീൻ പ്രസൻസ് കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഡയലോഗ് ക്യാരിങ്ങിൽ ഒരു സിലിനെസ് തോന്നിയിട്ടുണ്ട്, എസ്പെഷ്യലി കൽക്കി, മാരിറ്റു പോലുള്ള സിനിമകളിൽ. പക്ഷെ ARMന്റെ ട്രെയിലറിൽ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ട്രെയിലറിൽ വന്നിട്ടുള്ള സീൻസിലെങ്കിലും ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഇംപ്രൂവ്ഡ് ആയതായിട്ട് ശ്രദ്ധിച്ചു. ഒപ്പം സൗണ്ട് മോഡുലേഷനിലും വളരെയധികം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ഡെഡിക്കേഷനും ടാലന്റും കൊണ്ട് ഫീൽഡിൽ ഉയരങ്ങളിലേക്ക് കയറി വന്ന് മെറിറ്റിൽ വന്നവനാടാ എന്ന് സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ടൊവിനോ എന്ന സ്റ്റാർ മെറ്റീരിയലിന് അദ്ദേഹത്തിന്റെ കരിയറിൽ മിന്നൽ മുരളി കഴിഞ്ഞ് കിട്ടുന്ന ഒരു പാൻ ഇന്ത്യൻ സക്സസ് തന്നെ ആവട്ടെ ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. കുറെ അധികം ഡീറ്റെയിൽസ് വിഷ്വലി ടീസ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ട് എന്താണെന്ന് മേക്കേഴ്സ് ബ്രില്യന്റ് ആയി തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ കാണുന്നവരെ അതിന്റെ എല്ലാ കാര്യങ്ങളും സർപ്രൈസ് ആയി തന്നെ ഇരിക്കുന്നതല്ലേ നല്ലത്. ഒരു ത്രെഡ് അല്ലെങ്കിൽ തീമായിട്ട് നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് മണിയൻ, കുഞ്ഞിക്കേളു, അജയൻ എന്നിങ്ങനെ ഒരു കുടുംബത്തിലെ 3 വ്യത്യസ്ത തലമുറകളിലെ ആളുകൾ. അവർ ജീവിച്ചിരുന്ന വടക്കൻ കേരളത്തിലെ ഒരു ഗ്രാമവും അതിനെ ബേസ് ചെയ്തുള്ള മിസ്റ്റീരിയസ് ആയ സ്ഥലങ്ങളും എന്തോ തരത്തിലുള്ള നീതി കണ്ടെത്താനും സംരക്ഷിക്കാനും ഉള്ള ശ്രമങ്ങളും ഒക്കെയാണ്. ഈ 3 പ്രധാന കഥാപാത്രങ്ങളുടെ നായികമാരുടെ വേഷങ്ങളിൽ എത്തുന്നത് കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ്. പ്രത്യേകിച്ചും സുരഭി ലക്ഷ്മി എന്ന വളരെ ടാലന്റഡ് ആയ ഒരു നടി പലപ്പോഴും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന വേഷം വളരെ പ്രാധാന്യമുള്ളതാണെങ്കിൽ അത് അവർ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുവഴി അവർക്ക് നല്ലൊരു ബ്രേക്ക് ത്രൂ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ബേസിലിനെയും പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു വേഷത്തിൽ കാണാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ഓൺ പേപ്പർ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു സെറ്റിംഗ് ആണ് സിനിമയുടേത്. ഇനി എക്സിക്യൂഷനിലൂടെ അത് എത്രത്തോളം എൻഗേജിംഗ് ആക്കി എടുക്കുന്നു എന്നുള്ളിടത്താണ് ജിതിൻ ലാൽ എന്ന സംവിധായകന്റെ മികവ് വെളിപ്പെടാൻ പോകുന്നത്. ഇതിനോട് സിമിലർ ആയിട്ട്, അതായത് ആക്ഷന് കൂടെ പ്രാധാന്യമുള്ള മിസ്റ്ററി ഫാന്റസി ഗണത്തിൽപ്പെടുന്ന ചില സിനിമകൾക്കുള്ള അറ്റംപ്റ്റ്സ് സിനിമയിലൂടെയോ പരസ്യങ്ങളിലൂടെയോ ഒക്കെ വളരെ പേര് കേട്ട ചില സംവിധായകർ പോലും അറ്റംപ്റ്റ് ചെയ്ത് വേണ്ട രീതിയിലുള്ള വിജയം നേടാൻ അടുത്ത കാലത്ത് കഴിഞ്ഞില്ല എന്നുള്ളിടത്ത് ഇഫ് ദിസ് മൂവി സ്ട്രൈക്സ് ഗോൾഡ്, അത് ജിതിൻ ലാലിന് നൽകാൻ പോകുന്ന മൈലേജ് വളരെ വലുതായിരിക്കും. ഒരു ചെറിയ പരാതിയായി പറയാനുള്ളത് ഒരു പ്രത്യേക പേര്, അത് ട്രെയിലറിൽ ടൈറ്റിൽസ് വരുന്ന സമയത്ത് കാണിക്കാനെടുത്ത സമയം വളരെയധികം കുറഞ്ഞുപോയി എന്നതാണ്. ഗ്യാരണ്ടീഡായി ഈ ചിത്രത്തിൽ ടോപ്പ് നോച്ച് ആയിരിക്കും എന്ന് ഇപ്പോഴേ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു മേഖല ഉണ്ടെങ്കിൽ അത് ജോമോൻ ടി ജോണിന്റെ സിനിമാറ്റോഗ്രഫി ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ പേര് ഒരു സെക്കൻഡ് നേരം എന്തോ മിന്നി മറിഞ്ഞങ്ങ് പോയി. ട്രെയിലർ പോലുള്ള പ്രൊമോഷൻ മെറ്റീരിയൽസ് വരുമ്പോൾ സിനിമയിലെ വിഷ്വൽസിനും ആക്ടേഴ്സിനും പുറമെ മറ്റ് ടെക്നിക്കൽ ഫാക്ടേഴ്സും ടെക്നീഷ്യൻസിനെയും കൂടെ ആളുകൾ ശ്രദ്ധിക്കുന്ന, അതുവഴി എക്സൈറ്റഡ് ആവുന്ന ഒരു കാലമാണിത്. സോ അവര് പ്രതീക്ഷ വെക്കുന്ന പേരുകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ മ്യൂസിക് ഡയറക്ടർ ദിബു നൈനൻ തോമസ്, എഡിറ്റർ ഷമീർ മുഹമ്മദ് എന്നീ പേരുകൾ കൂടെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്.
ആൻഡ് ചിത്രത്തിന്റെ 3D വർക്ക്സ് എത്രത്തോളം മൈൻഡ് ബ്ലോയിങ് ആയിരിക്കും എന്ന് കൂടെ കാണാൻ കാത്തിരിക്കുന്നു. ഫാസ്റ്റിൻ എന്ന സിനിമ കാണാൻ പോയ സമയത്ത് തിയേറ്ററിൽ ഇതിന്റെ 3D ടീസർ കണ്ടപ്പോൾ അത്യാവശ്യം ഇംപ്രസീവ് ആയി തന്നെ തോന്നിയിരുന്നു. മോളിവുഡിൽ നിന്ന് വരുന്ന ഒരു മേജർ പ്രൊഡക്ഷൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ കേരളത്തിന് പുറത്ത് ഫോക്കസ് ചെയ്യുന്ന മീഡിയാസിൽ ഒന്നും സിനിമയ്ക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷനോ ഹൈപ്പോ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടില്ല. സിനിമയുടെ ഹൈപ്പ് കയറുന്നതിനെ പറ്റി ഈ അടുത്ത കാലത്ത് വന്ന ചില സിനിമകളുടെ കൂടെ പശ്ചാത്തലത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. എന്നിരുന്നാലും ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് എന്ന നിലയിൽ ചിത്രത്തിന് വേണ്ടി നടത്തേണ്ട നാച്ചുറൽ ആയ പ്രൊമോഷൻസ്, അത് പ്രത്യേകിച്ചും ഫൈനൽ പ്രോഡക്റ്റിൽ കോൺഫിഡന്റ് ആണെങ്കിൽ കുറഞ്ഞു പോകാതിരിക്കുക എന്നത് പ്രധാനമാണ്. എന്നിരുന്നാലും ഒരു ചെറിയ ലൊക്കാലിറ്റിയിലെ കൾച്ചറും ഫോക്ലോറും ബേസ് ചെയ്ത് ലോ ഹൈപ്പിൽ വന്ന് മാസീവ് ഹിറ്റായ കാന്താര നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതേപോലത്തെ ഒരു റിസൾട്ട് തന്നെ അജയന്റെ രണ്ടാം മോഷണവും ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും മലയാള സിനിമ കുറച്ച് കാലത്തെ അവസ്ഥകൾക്ക് ശേഷം ഒന്നുണർന്നു നിൽക്കുന്ന, മറ്റ് സ്റ്റേറ്റ്സിലും ബോക്സ് ഓഫീസ് കളക്ഷന്റെ കൂടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന 2024 എന്ന വർഷത്തിലെ വിജയഗാഥകൾക്ക് ഒരു തുടർച്ചയാവട്ടെ ഈ ചിത്രം. ട്രെയിലർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സിനിമയുടേതായി നിങ്ങൾ ശ്രദ്ധിച്ച മറ്റ് ന്യൂസ് എന്നിവ ബേസ് ചെയ്തുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവെക്കാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ നമ്മുടെ സ്ഥിരം റിക്വസ്റ്റ്, വീഡിയോ ലൈക്ക് ചെയ്യലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യലും, അത് ഞങ്ങളുടെ വീഡിയോ കോണ്ടന്റ്സ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.